എറണാകുളം ഞാറക്കലിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പ്രതികൾ കൂടി കസ്റ്റഡിയിലായി. മനു, അജിൻ എന്നിവരാണ് പിടിയിലായത്. നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് 2 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ പ്രതികളായവരുടെ എണ്ണം 4 ആയി. ഇവർക്കൊക്കെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വനിതകൾക്ക് സ്വതന്ത്രമായി ഈ നഗരത്തിലും നാട്ടുമ്പുറത്തും വണ്ടി ഓടിക്കാൻ കഴിയണം. ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ച് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നേരെ ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരുടെ വിളയാട്ടം ഒരിക്കലും വെച്ച് ഉറപ്പിച്ചുകൂടാ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കൈൻ കുടുംബ വഴക്കിനെ തുടർന്നാണ് ജയക്കെതിരെ ജയയുടെ ബന്ധു സജീഷ് കൊട്ടേഷൻ നൽകിയത്. അതിക്രൂരമായ മർദ്ദനത്തിന് ജയ ഇരയായിരുന്നു. 3 അംഗ സംഘം ഓട്ടോയിൽ കയറിയാണ് ജയയെ മർദ്ദിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 2 പേരെ മഹാരാഷ്ട്രയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രിയങ്കയും മിഥുൻ ദേവിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരാണ് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത്. പക്ഷേ ഈ കൊട്ടേഷനിൽ നേരിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ഇവരെ മർദ്ദിച്ച ആളുകളെയാണ്, യഥാർത്ഥ പ്രതികളെന്ന് കരുതുന്ന ആളുകളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മനു, അജിൻ എന്നിവരാണ് ഇവരുടെ പേരുകൾ. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ കേസിൽ ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഒന്ന് സജീഷാണ്, ഈ കൊട്ടേഷൻ നേരിട്ട് നൽകിയ ആളാണ്, ജയയുടെ ബന്ധുവാണ്. മറ്റൊരാൾ ഈ കൊട്ടേഷൻ സംഘത്തിലെ 3-ാമൻ. ഇവർ 2 പേരും കൂടിയാണ് കേസിൽ പിടിയിലാകാനുള്ളത്. ആകെ 6 പ്രതികളാണുള്ളത്. ഇതുവരെ പിടിയിലായ 4 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജയയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അവർ ചികിത്സാ സഹായം ഉൾപ്പെടെ തേടുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നട്ടലിനുൾപ്പെടെ അവർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ വനിതാ ഡ്രൈവർമാർക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കണം എന്നൊരു ആവശ്യവും ഈ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു.